ഞാനൊരു കാര്യം പറയട്ടെ, ആരും എന്നെ പച്ചത്തറി പറയാനൊന്നും വരണ്ട കേട്ടോ. നമ്മളെ രാഷ്ട്രീയക്കാരുണ്ടല്ലോ, ഓലെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മുമ്പിൽ വന്നിട്ട്, ജനങ്ങളെ മുമ്പിൽ വന്നിട്ട് കുമ്പിട്ട് നിൽക്കും. കുമ്പിട്ട് നിന്ന് ഓലെ കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓലെ മുമ്പിൽ കുമ്പിടണം. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും കറക്റ്റ് ഉണ്ടോ? സത്യമല്ലേ? ഓല് നമ്മളെ മുമ്പിൽ ആദ്യം കുമ്പിട്ട് നിൽക്കും, എന്നിട്ട് ഓലെ കാര്യം നടന്ന് ഓല് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോയിട്ട് ഓലെ മുമ്പിൽ ഇങ്ങനെ കുമ്പിടണം. സത്യമല്ലേ? ഏതോ ഒരു രാഷ്ട്രീയക്കാരെ പറ്റി അല്ല കേട്ടോ ഞാൻ പറയുന്നത്, എല്ലാ രാഷ്ട്രീയക്കാരും കണക്കാണ്. എല്ലാവർക്കും അവനവൻ്റെ കാര്യം. ഇവിടെ മണിക്കൂറിന് 20 റിയാൽ വാങ്ങുന്ന കന്യാകുമാരിക്കാരുണ്ട്, പക്ഷെ ഒരു മലയാളികളെ ഞാൻ കണ്ടില്ല. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ, അപ്പോൾ അതിനുള്ളൊരു മറുപടി പറയാൻ വേണ്ടിയിട്ട് വന്നാണ്ടോ. പണിയെടുക്കുക, പണമുണ്ടാക്കുക, അടിച്ചു പൊളിച്ച് ജീവിക്കുക, അതാണ് നമ്മളെ പോളിസി. ആത്മാർത്ഥമായിട്ട് പണിയെടുക്കാൻ വേണം. സംഭവം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ ആയുധം. ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, GCCയിലൊന്നും മണിക്കൂറിന് പൈസ അല്ല, വർഷങ്ങളായിട്ട് മണിക്കൂറിന് പൈസ ഉണ്ട്. ഓരോ ആളുകൾ പല എല്ലാ രാജ്യങ്ങളിലും പല പല കമ്പനികളുണ്ട്, പല ടൈപ്സ് ഓഫ് ജോലികളുണ്ട്, പല ടൈപ്സ് ഓഫ് സാലറികൾ. അപ്പോൾ നമ്മളത് കണ്ടെത്തണം. നമ്മളിപ്പോൾ ഒരു GCCയിൽ ഇപ്പോൾ ദുബൈയിലായാലും സൗദിയിലായാലും അറബ് കൺട്രീസിൽ എവിടെയായാലും നമ്മൾ വന്ന് പെട്ട സ്ഥലത്ത് അങ്ങനെ പണിയെടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് അവിടെ പറ്റൂല എന്ന് തോന്നുമ്പോൾ നമ്മൾ അവിടെ തന്നെ നിന്നിട്ട് നമ്മൾ വേറെ ജോലികൾ കണ്ടെത്തണം. ഇവിടെ മണിക്കൂറിന് 20 റിയാൽ വാങ്ങുന്ന കന്യാകുമാരിക്കാരുണ്ട്, പക്ഷെ ഒരു മലയാളികളെ ഞാൻ കണ്ടില്ല. കന്യാകുമാരിക്കാരൻ്റെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റർ ചെയ്യുക, ടൈല് വെക്കുക, അടിപൊളി സ്പീഡ് പണിക്കാരനാണ്. നമ്മൾ എന്താക്കരുത്, നമ്മൾ ഈ പൈസ എന്ന് മാത്രം ചിന്തിക്കരുത്. നമ്മൾ പൈസ തരുന്ന നമ്മളെ മുതലാളിക്ക് എന്ത് വേണം? നല്ല ലാഭം വേണം. അപ്പോഴാണ് ഈ 20 റിയാൽ മണിക്കൂറിന് തരുന്ന മുതലാളിക്ക് ഒരു 22 റിയാൽ നമുക്ക് തരാൻ തോന്നുള്ളൂ. നമ്മൾ ഈ ഒരു 22 റിയാൽ കിട്ടും 22 റിയാൽ എന്ന് വിചാരിച്ചിട്ട് നിൽക്കരുത്. നമ്മൾ ആത്മാർത്ഥമായിട്ട് പണിയെടുത്തിട്ട് മുതലാളിക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കണം. അപ്പോഴാണ് മുതലാളി നമുക്ക് എന്താക്കുക ഈ പൈസ തരും. ഇപ്പോൾ ഓരോ ആൾക്കാർ പറഞ്ഞാൽ എനിക്ക് 1200 രൂപ ശമ്പളം കിട്ടിയിട്ടുള്ളൂ 16 വർഷം മുമ്പ്. നിങ്ങൾ 16 വർഷം മുമ്പ് കണ്ട അറബ് രാജ്യങ്ങളല്ല ഇപ്പോൾ. അന്ന് കുബൂസും അതും ഇതും മാത്രമാണ് നിങ്ങൾ തിന്നതെന്ന് പറയുന്നത്. ഇന്ന് കുബൂസും ബ്രോസ്റ്റഡും ഷവർമയും അതും ഇതും ഷവായ മഗ്ലൂബയും അതും ഇതും എല്ലാം തിന്ന് അതിനുള്ള ശമ്പളം ഉണ്ട്, അതിനുള്ള എല്ലാം ഉണ്ട്. നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ പേഴ്സണൽ മെസ്സേജ് അയക്കുന്നുണ്ട്, വേക്കൻസി ഉണ്ടോ അങ്ങനെ വേക്കൻസി ഒക്കെ ഉണ്ട്. നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളതാണ്. ഒരുപാട് വേക്കൻസികൾ പേപ്പറിലും അതിലും ഇതിലും എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ അതിൽ കയറി വന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ആ ജോലി ഓക്കെ ആണെങ്കിൽ ആ ജോലിയിൽ നിൽക്കുക, ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുക. മുതലാളിക്കും ഇഷ്ടമാവും, എല്ലാവർക്കും ഇഷ്ടമാവും, അടിപൊളിയാവും. അഥവാ നമുക്ക് ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ വിസിറ്റിങ്ങിൽ വന്നിട്ട് നമുക്ക് ജോലി അന്വേഷിക്കുവാൻ കണ്ടെത്തും എന്നുള്ളതാണ്. അപ്പോൾ ജോലി അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുക. പിന്നെ രാഷ്ട്രീയക്കാർ ഒരുപാട് ആൾക്കാർ നമ്മളെ ചീത്ത പറയുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ രാഷ്ട്രീയക്കാരെ എല്ലാവരെയും ഞാൻ കുറ്റം പറയില്ല. എല്ലാ രാഷ്ട്രീയക്കാരെയും ഞാൻ കുറ്റം പറയില്ല. രാഷ്ട്രീയക്കാരിൽ ഒരു 99